പ്രസാദി എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവുമായി ബന്ധമുണ്ടോ? ഞാൻ 10,000 വട്ടം മറുപടി പറയുന്നു. ആ ടെൻഡറിനെ ബാധിച്ച അല്ലല്ല, ചോദ്യം അതല്ല സാർ. വെപ്രാളം കാണിക്കാതെ ബന്ധമുണ്ടോ? ഉണ്ട്, ഇല്ല, അറിയില്ല. ഈ ഓപ്ഷനും തരാം, താങ്കൾ ഏതെങ്കിലും ഒരെണ്ണം പറയൂ. ഓപ്ഷനും തരാം, താങ്കൾ ഇനി വിശദീകരിക്കുന്നു വേണ്ട. എ ഉണ്ട്, ബി ഇല്ല, സി അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയാമോ? അതായത് ഇതല്ലടാ ആ ടെൻഡറിനെ ബാധിച്ച ഒരു രാഷ്ട്രീയ ബന്ധങ്ങളും സർക്കാരിനും CPM-നും ഇല്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇതാണോ എന്റെ ചോദ്യത്തിന് ഉത്തരം? ഞാൻ താങ്കൾക്ക് 3 ഓപ്ഷൻ വരെ തന്നു. ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന് ഈ സ്ഥാപനവുമായി ബന്ധമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ബന്ധമില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഈ 3 ഓപ്ഷനിൽ ഒരെണ്ണം എടുക്കാൻ പറ്റുമോ താങ്കൾക്ക്? അതുപോലും പറ്റില്ല. അത് തന്നെയാണ് പറഞ്ഞത്. ഏത് പറഞ്ഞു? ഏത് പറഞ്ഞു? അങ്ങനെ ഊരിപ്പോവാന്ന് വിചാരിക്കരുത്. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളാ ഓടിപ്പോയത്. എവിടെ ഓടിപ്പോയി? നോക്കൂ ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ ജനങ്ങളുടെ മുന്നിൽ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ഇരിക്കുക. താങ്കൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഉത്തരം പറ. ഇല്ല, പറഞ്ഞില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഉത്തരം കൃത്യമാണ്. എന്താ ഉത്തരം? ഒരു ബന്ധങ്ങളും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ബന്ധമുണ്ടോ? ഒരു ബന്ധങ്ങളും അല്ലല്ല, ബന്ധം ബാധിച്ചോ എന്നല്ല ചോദ്യം. ബന്ധമുണ്ടോ? ഒരു ബന്ധങ്ങളും അപ്പൊ കാര്യം മനസ്സിലായി ശ്രീ അനിൽകുമാർ, പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. അത് പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. അത് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹത്തിന് സമയം കളയണം, എന്നെ ആക്ഷേപിക്കണം ഒക്കെ പറഞ്ഞ് ഈ സമയം 1 മണിക്കൂർ കളയണം. ദയവായി ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് ദയവായി ഞാൻ അപേക്ഷിക്കാം. ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം ദയവായി പറയണം. ഞാൻ താങ്കളോട് അപേക്ഷിക്കുകയാണ്. ഈ പ്രസാദി എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവുമായി ബന്ധമുണ്ടോ? സിമ്പിൾ ചോദ്യം, ഉത്തരം പറയൂ. ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് ഞാൻ CPIM-ന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ കരാറുമായി സംസാരിക്കാനാണ്. അപ്പൊ അഭിനയമല്ലേ, ശരിക്കും പട്ടാണല്ലേ? സേഫ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഇത്രത്തോളം വിനയത്തോട് അപേക്ഷിച്ചിട്ട് പോലും താങ്കൾ ആ ചോദ്യത്തിൽ പിടിക്കില്ല എന്നാണെങ്കിൽ ഇതാണ് പ്രശ്നം ശ്രീ അനിൽകുമാർ. എന്നെ ആക്ഷേപിച്ചൊന്നും കാര്യമില്ല.